ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ദുരന്ത പ്രതിരോധത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഏകോപനവും ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഡാർക്ക് പാറ്റേൺ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഫ്രാൻസിൽ സമുദ്ര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര ഉച്ചകോടിയിൽ മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. മുന്നണികളുടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്ക കോക്കോ ഗൌഫ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. ദുരന്ത പ്രതിരോധത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഏകോപനവും ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസ്വര രാജ്യങ്ങൾക്ക് ധനസഹായം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും 2025 ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഫ്രാൻസിലാണ് സമ്മേളനം നടക്കുന്നത്. തെറ്റായ വ്യാപാര രീതികളും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഡാർക്ക് പാറ്റേണും ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഡാർക്ക് പാറ്റേൺ സംബന്ധിച്ച് എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും 3 മാസത്തിനുള്ളിൽ സ്വയം പരിശോധന നടത്തണമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഡാർക്ക് പാറ്റേണുമായി ബന്ധപ്പെട്ട നിയമം പാലിക്കാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് മന്ത്രാലയം നോട്ടീസ് നൽകി. ഫ്രാൻസിലെ നീസിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഓഷ്യൻ ഉച്ചകോടിയിൽ മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തു. സമുദ്ര പരിസ്ഥിതിയുടെ ശോഷണം തടയുന്നതിനായി പ്ലാസ്റ്റിക് മലിനീകരണം, വ്യാവസായിക മത്സ്യബന്ധനം, ആഴക്കടൽ ഖനനം തുടങ്ങിയ പ്രശ്നവിഷയങ്ങളിൽ ആഗോള ഐക്യം കെട്ടിപ്പടുക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. മുതിർന്ന കോൺഗ്രസ് നേതാവും കെപിസിസി മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൌതികദേഹം നേരത്തെ കെപിസിസി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെപിസിസി ആസ്ഥാനത്തെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, ഗോവ ഗവർണറും ബിജെപി നേതാവുമായ പി എസ് ശ്രീധരൻപിള്ള, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി കോൺഗ്രസ് നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചത്. ത്യാഗത്തിന്റെ സ്മരണ ഉണർത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇന്ന് രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികൾ ഈദ് നമസ്കാരം നടത്തി. സംസ്ഥാനത്ത് മഴ മാറി നിന്നതിനാൽ ഇത്തവണത്തെ ബലിപെരുന്നാൾ വിപുലമായി തന്നെ വിശ്വാസികൾ ആഘോഷിച്ചു. കോഴിക്കോട് ചാലിയം ജുമാ മസ്ജിദിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ ഇമാം ഹുസൈൻ മടവൂരും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം ജില്ലയിൽ വിവിധ ജുമാഅത്തുകളുടെ നേതൃത്വത്തിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പാളയം ഇമാം വി പി സുഹൈബ് മൌലവിയും, സെൻട്രൽ സ്റ്റേഡിയത്തിൽ നബീൽ സൊലാഹിയും, മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൌലവി ഇ കെ സുജാദും നമസ്കാരത്തിന് നേതൃത്വം നൽകി. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി മസ്ജിദ്, ഷാഹി ഈദ്ഗാഹ എന്നിവിടങ്ങളിലും നമസ്കാര ചടങ്ങുകൾ നടന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം തന്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ സ്മരണയ്ക്കായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ്, യുഡിഎഫിന്റെ ആര്യാടൻ ഷൌക്കത്ത്, എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. ബലിപെരുന്നാൾ ദിനമായ ഇന്ന് എൽഡിഎഫ്, യുഡിഎഫ്, എൻഡിഎ മുന്നണികൾ പരസ്യപ്രചാരണം ഒഴിവാക്കി പള്ളികളിലും വീടുകളിലും സന്ദർശനം നടത്തി വോട്ടു തേടി. അതേസമയം സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് പരിശോധന ഈ മാസം 10, 13, 17 തീയതികളിൽ നടക്കും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ തിങ്കളാഴ്ച നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന്. പത്തനംതിട്ട ജില്ലയിൽ വായനയുടെ ഡിജിറ്റൽ ലോകം തുറന്നു നൽകി. ജില്ലയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. അക്ഷരങ്ങളെ കൂട്ടുകൂടാൻ പഠിപ്പിക്കുക മാത്രമല്ല, എഴുത്തിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുവാനും ഡിജിറ്റൽ ലൈബ്രറി കുട്ടികൾക്ക് വഴികാട്ടിയാകും. ഒരേ സമയം 6 വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഇവ സജ്ജീകരിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. അറിവിന്റെ ലോകമൊരുക്കി പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്നപ്പോൾ പ്രശസ്തരായ എഴുത്തുകാരുടെ അടക്കം 2000-ലധികം പുസ്തകങ്ങളുടെ ഡിജിറ്റൽ കലവറയാണ് കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി പ്രമോദ് നാരായൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും
12.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ കഥകളും കവിതകളുമൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനും ഈ ലൈബ്രറി ഉപകാരപ്രദമാകും. അമൃത് 2.0 പദ്ധതിയുടെ കീഴിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 11 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡറിന് അംഗീകാരം ലഭിച്ചതായി മന്ത്രി പി രാജീവ്. കളമശ്ശേരി നഗരസഭയിലെ കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇതിലൂടെ കഴിയും. 2050 ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കുടിവെള്ള വിതരണം വിപുലപ്പെടുത്താനുദ്ദേശിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കളമശ്ശേരി മണ്ഡലത്തിലെ 2 നഗരസഭകളിലേക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെ കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വർഷമായി വിവിധ സർക്കാർ സംരംഭങ്ങൾ കർഷകരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുകയും കാർഷിക മേഖലയുടെ പരിവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കർഷക ക്ഷേമത്തിനായുള്ള സർക്കാർ ശ്രമങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ തുടരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കോലാലംപൂരിലേക്ക് മലേഷ്യ എയർലൈൻസിന്റെ അധിക സർവീസ് ആരംഭിച്ചു. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ സർവീസുകൾക്ക് പുറമെ എല്ലാ ശനിയാഴ്ചകളിലുമാണ് പുതിയ സർവീസ്. സഞ്ചാരികളെ മാടി വിളിച്ച് പ്രകൃതിയോടിണങ്ങിയ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായ സ്വർഗ്ഗമേട്. ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലാണ് കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പുൽമേടുകളും ആകാശം തൊട്ടു നിൽക്കുന്ന മലനിരകളും നിറഞ്ഞ സ്വർഗ്ഗമേട് സ്ഥിതി ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പേര് പോലെ തന്നെ മനോഹരമായ ഒരു പ്രദേശമാണ് സ്വർഗ്ഗമേട്. സ്വർഗ്ഗമേട്ടിൽ നിന്ന് നോക്കിയാൽ വിദൂര കാഴ്ചകളായി കൃഷിയിടങ്ങളും മലനിരകളും ജലാശയങ്ങളും കാണാം. കാറ്റൂതിമേട്, മണിതൂക്കാമേട് തുടങ്ങിയ മനോഹരങ്ങളായ മലനിരകളും സമീപത്തായുണ്ട്. മൂന്നാർ കുമളി ഹൈവേ വഴി നെടുങ്കണ്ടത്ത് നിന്നും 26 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സ്വർഗ്ഗമേട്ടിലെത്താം. ഓഫ് റോഡ് ട്രെക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് സ്വർഗ്ഗമേട്. ഇരുചക്ര വാഹനങ്ങളിലും ജീപ്പുകളിലും സഞ്ചാരികൾക്ക് ഇവിടെ എത്താനാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായ ടി രവിശങ്കറിനെ 16ാം ധനകാര്യ കമ്മീഷന്റെ പാർട്ട് ടൈം അംഗമായി രാഷ്ട്രപതി നിയമിച്ചു. 16ാം ധനകാര്യ കമ്മീഷന്റെ മുഴുവൻ സമയ അംഗങ്ങളിൽ ഒരാളായ അജയ് നാരായൺ ഝാ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെച്ചതിനെ തുടർന്നാണ് ടി രവിശങ്കറിന്റെ നിയമനം. ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കണ്ണൂർ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടം നാളെ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 21 കോൽ ഉയരവും 6.25 കോൽ വീതിയുമുള്ള തിരുമുടി ഉയരുന്നതോടെയാണ് കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ കലശം ആരംഭിക്കുക. ഉത്തര കേരളത്തിലെ തെയ്യക്കോലങ്ങളിലെ ഏറ്റവും വലിയ തിരുമുടിയാണിത്. 7 കവുങ്ങുകളിലും 71 മുളകളിലും 4 പുരയ്ക്കൽ ആശാരിമാരാണ് തിരുമുടി തീർക്കുന്നത്. വ്രതശുദ്ധിയോടെയാണ് നിർമ്മാണം. തച്ചുശാസ്ത്ര വിധി പ്രകാരം ഇന്നലെ രാവിലെ തന്നെ മുള ചീന്തുന്ന ജോലി ആരംഭിച്ചു. നാളെ രാവിലെ 6:40-നും 7:40-നും മധ്യേ കലശം നിറയ്ക്കും. 4 മണിക്ക് ഭഗവതിയുടെ തിരുമുടി ഉയരും. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇനി തുലാം 10-നാണ് ഉത്തര കേരളത്തിലെ തെയ്യക്കാവുകളിലെ കളിയാട്ടങ്ങളുടെ ചിലമ്പൊലി ഉയരുക. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം അരീന സബലങ്കയും 2ാം സീഡ് കോക്കോ ഗൌഫും അല്പസമയത്തിനകം ഏറ്റുമുട്ടും. സബലങ്കയുടെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലും കോക്കോയുടെ 2ാം ഫൈനലുമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലോസ് അൽഖാരസും നാളെ കളത്തിലിറങ്ങും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നാളെ തുടക്കമാകും. നാളെ രാത്രി സ്വയംഭൂവിൽ നെയ്യഭിഷേകത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. ചൊവ്വാഴ്ച രാവിലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം അനുവദിക്കും. ഇത്തവണത്തെ വൈശാഖോത്സവത്തിന് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നാളെ രാവിലെ 7:40-ന് നടക്കും. ശ്രീകോവിലിന് മുകളിൽ താഴികക്കുടങ്ങളുടെ സമർപ്പണം, ഭിക്ഷുക് സേനാ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ഒരുമിച്ച് നടത്തുന്നത്. 2.5 നൂറ്റാണ്ടിന് ശേഷമാണ് താഴികക്കുട സമർപ്പണം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത പ്രതിരോധത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഏകോപനവും ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഡാർക്ക് പാറ്റേൺ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഫ്രാൻസിൽ സമുദ്ര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര ഉച്ചകോടിയിൽ മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. മുന്നണികളുടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് സജീവം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്ക കൊക്കോ ഗൌഫ് പോരാട്ടം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.